ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം. ഇഫ്താർ സ്പെഷ്യലായിട്ടും വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പവും കഴിക്കാവുന്ന നല്ല ക്രിസ്പി ബ്രെഡ് ചിക്കൻ റോളാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ ഒരു വലിയ പൊട്ടാറ്റോ വേവിച്ചുടച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്ത 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു വലിയ സവോള. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ സവോള ചേർത്ത് വഴറ്റിയെടുക്കാം. സവോള ചെറുതായി ഒന്ന് വഴഞ്ഞ് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മസാലയുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇല്ലേ, അതുകൂടെ ചേർക്കാം. നമ്മൾ പൊട്ടറ്റോ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് മസാലയുടെ ഉപ്പ് നോക്കിയിട്ട് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ റോൾ ഉണ്ടാക്കാൻ വേണ്ട ഫില്ലിങ് റെഡി. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. നല്ല സോഫ്റ്റ് ബ്രെഡ് വേണം റോൾ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. അപ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. ഇനി ആദ്യം തന്നെ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് പരത്തിയെടുക്കണം. സോഫ്റ്റ് ബ്രെഡ് അല്ലെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കുന്ന നേരം പൊടിഞ്ഞ് പൊട്ടിപ്പോവും. അപ്പോൾ ബ്രെഡ് ഒന്ന് ആവി കയറ്റി സോഫ്റ്റ് ആക്കിയ ശേഷം പരത്തിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എല്ലാവരും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വന്ന ബ്രെഡിൻ്റെ ഈ സൈഡുകൾ കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കിനി ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചെറിയ മിക്സി ജാറിലേക്ക് 2 കോഴിമുട്ട ഒഴിച്ചു കൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി പരത്തി വെച്ച ബ്രെഡിൻ്റെ ഒരു ഷീറ്റ് എടുത്ത് അതിലേക്ക് ഉരുട്ടി വെച്ച മസാല വെച്ച ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റഭാഗത്ത് കുറച്ച് മുട്ട മിക്സ് ആക്കി കൊടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോള് റെഡി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഒന്ന് റോൾ ചെയ്തെടുത്ത ശേഷം ഇനി ഓരോ റോളും എടുക്കുക. മുട്ട മിക്സിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്രൈ ആക്കാം. അതിനായി പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി ഓരോ റോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ആവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ 2 സൈഡും കളറ് മാറി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിനി ഇതെടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താർ സ്പെഷ്യലായിട്ട് ആയാലും ഈവനിങ് സ്നാക്കായിട്ടായാലും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളി ടേസ്റ്റി സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.